കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് കഴിച്ചാലും ഭയങ്കര നെഞ്ചരിച്ചിലും കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങളുടെ പരിചയത്തിലുള്ള ഇതുപോലെ പ്രശ്നങ്ങളുള്ളവരിലേക്ക് ഇപ്പൊ തന്നെ ഇത് അയച്ചു കൊടുക്കൂട്ടോ. ഇറ്റ്സ് മീ സാബിറ. വെൽക്കം ടു ഡേ 1 ഓഫ് 30 ഡേയ്സ് ഗാസ്ട്രിക് സീരീസ്. നെഞ്ചരിച്ചിൽ വരാനുള്ള ഒരു പ്രധാന കാരണം ഇൻഡൈജഷൻ ആണ്, അതായത് ദഹന വ്യവസ്ഥയിലുള്ള തകരാറ്. ദഹന പ്രക്രിയ അവതാളത്തിലായ സ്വാഭാവികമായും വിശപ്പ് കുറയും. ആയുസ്സിന്റെ വേദമായ ആയുർവേദത്തിൽ പറയുന്നത് രാവിലെ കഴിച്ച ഭക്ഷണം ദഹിക്കാതെ ഉച്ചയ്ക്ക് കഴിച്ചാൽ അത് വിഷമാണെന്ന്. ഓരോരുത്തർക്കും അവരുടെ ജോലിയുടെയും പ്രായത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ദഹനത്തിന്റെ അളവ് വ്യത്യാസമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ആ ഒരു വിശപ്പിന്റെയും ദാഹത്തിന്റെയും അളവിലും വ്യത്യാസമുണ്ടാകും. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോഴാണ്. വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. കഴിച്ച ഭക്ഷണം ദഹിക്കാതെ വിശപ്പ് വരില്ല. വിശക്കാതെ ഭക്ഷണം കഴിക്കരുത്. വിശന്നാൽ മാത്രം ആവശ്യത്തിന് കഴിക്കുക. ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ നെഞ്ചരിച്ചിന് വളരെയധികം ആശ്വാസം ലഭിച്ചു. നെഞ്ചരിച്ചിലുള്ളവർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, രാത്രി കഴിക്കുന്ന ഭക്ഷണം. വിശപ്പുണ്ടെങ്കിൽ 7 മണിക്ക് മുമ്പ് തന്നെ ഫുഡ് കഴിക്കുക. അല്ലെങ്കിൽ വിശപ്പില്ലാന്നുണ്ടെങ്കിൽ രാത്രി ഭക്ഷണം സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ രാത്രിയിലാണ് നമ്മുടെ ശരീരത്തിൽ ക്ലീനിങ് നടക്കുക. അപ്പൊ നമ്മൾ ഹെവി ഫുഡൊക്കെ കഴിച്ച് അതും വൈകി കഴിച്ചിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ക്ലീനിങ് നടക്കേണ്ട സമയത്ത് ഈ ഡൈജഷൻ നടക്കണം ബോഡിക്ക്. അപ്പൊ രണ്ടും കൂടെ ആകുമ്പോൾ ബോഡിക്ക് ഓവർലോഡ് ആകും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പിന്നെയും ഡൈജഷനിൽ പ്രശ്നങ്ങൾ വരും. പിന്നെയും നെഞ്ചിരിച്ചില് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ രാത്രി കഴിക്കുന്ന ഭക്ഷണം ഒന്ന് ലൈറ്റ് ആയിട്ട് 7 മണിക്ക് മുമ്പ് കഴിക്കുക. അല്ലെങ്കിൽ വിശക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല ക്ലീനിങ്, രാത്രിയിൽ നല്ല ക്ലീനിങ് നടക്കുകയും അതുപോലെ നല്ല ഉറക്കം കിട്ടുകയും പിറ്റേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കാൻ കഴിയും. അങ്ങനെ പല പല മാറ്റങ്ങളും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ആ ഒരു ഡൈജഷനിലെ പ്രശ്നങ്ങൾ മാറുകയും ദഹനം ഓക്കെ ആവുകയും നെഞ്ചരിച്ചിൽ എന്ന പ്രശ്നം തന്നെ പൂർണ്ണമായിട്ടും മാറാൻ സാധിക്കും.